ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം ഇപ്പോൾ 3:45 വെളുപ്പിന് 3:45 സമയം. ഞാൻ പാക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാൻ ഒന്നും പ്രിപ്പയർഡ് ആയിട്ടില്ല, ഇനിയും ബാക്കിയാണ് കാര്യങ്ങളൊക്കെ. സോ അപ്പം ജസ്റ്റ് ഒന്ന് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ മെല്ലെ കിടക്കും. ഉറങ്ങുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം ഞാൻ വെസലിലാണ് പോകുന്നത്. സോ വെസലിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാനിന്നിപ്പോൾ രാത്രി ഉറങ്ങാതെ ഇരിക്കുന്നത്. അതുകൊണ്ട് കിടക്കാം, വെറുതെ കിടക്കാം, ഉറങ്ങുന്നില്ല. ഞാൻ എങ്ങോട്ടാണ് എന്താണ് എന്നൊന്ന് പരിപാടിയൊക്കെ ഞാൻ വഴിയെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, എല്ലാം വഴിയെ നമുക്ക് കാണാം. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നാളെ രാവിലെ കാണാം. ഓക്കെ, വീഡിയോ എന്തായാലും കണ്ടു നോക്കാം. എന്തായാലും നിങ്ങൾക്ക് ഹേ ഗായ്സ്, അപ്പോൾ ഏകദേശം 5:30 ആയിട്ടുണ്ട്. രാവിലെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് കുളിച്ച് റെഡി ആയിട്ട് ഞാനിപ്പോൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് മുന്നേ ഒരു ചായ പാസ്സാക്കി. അങ്ങനെ കംപ്ലീറ്റ് പ്രോസസ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ ഇറങ്ങാൻ നിൽക്കുകയാണ്. പിന്നെ നമ്മളെ സാധനങ്ങളൊക്കെ കയറ്റി ഒന്ന് സെറ്റിൽ ആവുന്ന ഒരു ടൈമാണിത്. അങ്ങനെ നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. ആക്ച്വലി ഞങ്ങൾക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു, കാരണം കാലാവസ്ഥ എന്തെങ്കിലും മോശമായിട്ട് നമുക്ക് റിട്ടേൺ അടിക്കേണ്ടി വരുമോ എന്നുള്ളൊരു പേടി. ഭാഗ്യത്തിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, കാരണം നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അങ്ങനെ ടിക്കറ്റ് ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിതാ കയറുവാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന വെസല്, വലിയ പാണി. ഇപ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ കുറെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ സീറ്റിൽ വന്ന് ഇരിക്കുന്നുണ്ട്. പണ്ടൊക്കെ ടിക്കറ്റ് ഇല്ലാണ്ട് ഒരുപാട് പേര് കയറുന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ ഇത്തവണ കുറച്ച് ദിവസമായിട്ട് അങ്ങനെയല്ല. ടിക്കറ്റ് സ്വന്തം പേരിലുള്ള ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറച്ച് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയാ, കാം ആൻഡ് ക്വിറ്റ് ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. ഒരുപാട് തിരക്കുകളോ ആൾക്കൂട്ടങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം കുറച്ച് ആൾക്കാർ തന്നെ ഉള്ളൂ. ഞാൻ പിന്നെ നൈറ്റ് ഉറങ്ങാത്തത് കൊണ്ട് വെസലിൽ കിടന്നുറങ്ങി കേട്ടോ. അത്യാവശ്യം അധികം സമയം തന്നെ ഞാൻ ഉറങ്ങി, ഒന്ന് അടിപൊളിയായി വന്നു. പിന്നെ ഇവര് ടിവിയിലൊക്കെ പാട്ടും മൂവീസൊക്കെ ഇട്ടത് കൊണ്ട് അതും കണ്ടു. ഇങ്ങനെയൊക്കെ ഇരിക്കൽ തന്നെയായിരുന്നു അവിടുത്തെ മെയിൻ പണി. വേറെ എന്ത് ചെയ്യാനാ? ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഫുഡൊന്നും കിട്ടൂല. സ്നാക്സ്, ചായ, അങ്ങനത്തെ ലൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അതാണ് നമ്മുടെ വെസലിന്റെ ഒരു പ്രത്യേകത. ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ലൊരു കാലാവസ്ഥയായിരുന്നു ഇന്നത്തേത്. അങ്ങനെ ഒരു 3:30 ആയപ്പോഴത്തേനും നമുക്കിതാ നാട് കാണാൻ തുടങ്ങി. വിൻഡോസിൽ കൂടി കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ എനിക്കാണെങ്കിൽ സെന്റർ പോർഷൻ ആണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അത് അത്ര അധികം ആസ്വദിക്കാൻ പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല. ഇതൊരു ഫ്രണ്ടിലുള്ളൊരു ഡോറാണ്, ഇതിൽ കൂടി നമുക്ക് ഔട്ട് സൈഡിൽ പോവാട്ടോ. പക്ഷെ ഇപ്പം കുറച്ച് സ്ട്രിക്റ്റ് ആണോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്തായാലും പോയില്ല. ഞാൻ എന്റെ സ്ഥലത്ത് തന്നെ ഇരുന്നോണ്ടാണ് എല്ലാ കാഴ്ചകളും കണ്ടിട്ടുള്ളത്. പിന്നെ വെസലിൽ നമുക്ക് ട്രെയിനിലും ഫ്ലൈറ്റിലും ടിക്കറ്റ് എടുക്കുന്ന പോലെ വിൻഡോ സൈഡ് ഏത് സീറ്റ് വേണം എന്നുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല കേട്ടോ. എനിക്കും വലിയ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ ഇതിൽ വിൻഡോ സൈഡ് വേണമെന്ന്. പക്ഷെ എനിക്ക് ട്രെയിന്, ബസ്, ബാക്കി എന്ത് വാഹനങ്ങളാണെങ്കിലും വിൻഡോ സൈഡ് ഇഷ്ടമാണ്. പക്ഷെ ഷിപ്പിലായതുകൊണ്ട് എന്തോ അതെനിക്ക് എപ്പോഴും കണ്ട് ശീലമുള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് വലിയ ആവേശമൊന്നും ഇല്ലാത്തത്. അങ്ങനെ നമ്മൾ ആ ഒരു ജേർണി എന്ന് പറയുന്നത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ജേർണി ആയിരുന്നു. ഒരുപാട് ടഫ് ആൻഡോ അല്ലെങ്കിൽ അനക്കോ ഒന്നും ഉണ്ടായില്ല. പിന്നെ ഇനി നമ്മൾ ഇറങ്ങുന്ന ടൈമാണ്. ഇതാണ് നമ്മുടെ വെസലിൽ ട്രാവൽ ചെയ്താലുള്ള ഗുണം. കാരണം രാവിലെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരു ഈവനിങ് 3-4 മണി ആകുമ്പോഴത്തേക്ക് നമ്മളിവിടെ റീച്ച് ആവും. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എത്തി, മാത്രമല്ല എന്താ പറയാ, സമയവും ലാഭിക്കാം. ഇതാണ് നമ്മളെ വെസലിലുള്ള ടീ ഷോപ്പ്. ഈ ഒരു കുഞ്ഞു ഷോപ്പ് മാത്രമേ ഇവിടെ ഉള്ളൂ. അങ്ങനെ നമ്മള് ഇറങ്ങിട്ടോ. ഇറങ്ങുമ്പോഴും ടിക്കറ്റ് ചെക്കിങ്ങിന്റെ കാര്യത്തിൽ ഒരു ഇതും ഇല്ല, അത്രക്കും ഇപ്പൊ സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ യാത്ര ചെയ്തതിന്റെ ക്ഷീണം ഒട്ടും അറിഞ്ഞിട്ടില്ല, കാരണം അത്രക്കും നൈസായിരുന്നു ജേർണി. പിന്നെ ഞങ്ങളിതാ പോവാണ്. എന്തായാലും ഞാൻ നല്ല ഹാപ്പി മൂഡിലാണ്, കാരണം ഒരു തടസ്സവും കൂടാതെ നല്ല പോലെ യാത്ര ചെയ്ത് വന്നതിന്റെ സന്തോഷത്തിലാണ്. പിന്നെ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ റൂമിലോട്ടാണ്. അങ്ങനെ നമ്മളെ റൂമിലോട്ടുള്ള പോക്കാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് നല്ല പണി കിട്ടി. നമുക്ക് നല്ല 8ന്റെ പണിയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ചാല് നമ്മൾ വെസലിൽ ഇരുന്നപ്പം നമുക്ക് ഒരു ക്ഷീണമോ അല്ലെങ്കിൽ ഒരു ടയർഡ്നെസ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ഇന്നാണെങ്കിൽ ഏതോ ഒരു ബസ് ആ പാലത്തിന്റെ എൻഡിന്റെ അവിടെ ബ്രേക്ക് ഡൗൺ ആയിട്ട് സ്റ്റക്കായി കിടന്ന നല്ല ബ്ലോക്ക് എന്ന് പറഞ്ഞാല്, എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ 2 മണിക്കൂർ ഒറ്റ നമ്മൾ ആ ബ്ലോക്കിൽ കിടന്ന്
അത്രയും നമുക്ക് വെസലിൽ ഇരിക്കാത്ത അല്ലെങ്കിൽ വെസലിൽ ഇരുന്ന് ഉണ്ടാവാത്ത ഒരു ക്ഷീണം നമുക്ക് ആ ഓട്ടോയിൽ ഇരുന്ന് നമുക്ക് കിട്ടി. അങ്ങനെ ആ ഒരു ട്രാജഡി ഒക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലോട്ട് എത്തുമ്പം ഒരു 6-6:30 സമയമായി. നമ്മളൊരു 4 മണി അല്ലെങ്കിൽ ഒരു 3:30 ഇറങ്ങി നമ്മൾ 6:30 എത്തണം എന്നൊന്ന് വിചാരിച്ചു നോക്കിയൊക്കെ, അത്രക്കും ട്രാഫിക് ആയിരുന്നു. പിന്നെ അങ്ങനെ ആ ഒരു ബ്ലോക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഫൈനലി ഏറെ ട്രാവൽ ചെയ്തതിന് ശേഷം നമ്മളിതാ റൂമിലെത്തിയിട്ടുണ്ട്. ഹേ ഗായ്സ്, അപ്പൊ ഞാൻ 2-2.5 മണിക്കൂറിന്റെ ട്രാഫിക് ഒക്കെ കഴിഞ്ഞ് തിരിച്ചിതാ റൂമിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നീണ്ടൊരു റെസ്റ്റ് എടുക്കലാണ് മെയിൻ പരിപാടി. പ്രത്യേകിച്ച് ഇപ്പൊ ഇന്നത്തെ ഒരു പരിപാടിയില്ല. ഇപ്പൊ ഏകദേശം 6:15, 6:30 ആവാറായി. ഫുഡ് കഴിക്കണം, നല്ല വിശപ്പുണ്ട്. കാരണം രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ചെറുതായിട്ട് വെള്ളം കുടിച്ചു, പഴം, അങ്ങനെ കുറച്ച് സാധനങ്ങളെ കഴിച്ചിട്ടുള്ളൂ. സോ ഫുഡ് കഴിക്കണം, അത് കഴിഞ്ഞിട്ട് നല്ലൊരു റെസ്റ്റ് എടുക്കലാണ്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ ആയിരിക്കും പരിപാടി ബാക്കി ഉണ്ടാവുക. ഇന്നത്തേക്ക് എന്തായാലും ഇത്രേ ഉള്ളൂ. നാളെ കാണാം.